നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങളെല്ലാരും അഞ്ജനെ കാണാൻ വരും. നന്ദേട്ടൻ അരുൺമി ചേച്ചിയും കാണാൻ വന്നില്ലേ? അവര് നിങ്ങളോട് ക്ഷമിച്ചില്ലേ? പിന്നെന്താ, നിങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. അദ്ദേഹം നിങ്ങളെ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ, ഇനിയും നിങ്ങളെ സംരക്ഷിക്കും. അത് ശരിയാ, എന്റെ ഏട്ടൻ എപ്പോഴും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോ അദ്ദേഹം വിവാഹം വേണ്ടെന്ന് വെച്ചു. എല്ലാവരും ഭ്രാന്ത് ഭ്രാന്ത് എന്ന് പറയുമ്പോ എന്റെ ഏട്ടൻ എന്നും എന്റെ മുകളിൽ ഒരു വടവൃക്ഷം പോലെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഉപദ്രവിച്ചാലും മക്കള് വഴിതെറ്റിയാലും ഓടി വരുന്നത് ഏട്ടനാ. ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ ഏട്ടന്റെ വഴി ശരിയായിരുന്നില്ലായിരിക്കും. സ്നേഹത്തോടെ വളർത്തി വലുതാക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് പെട്ടെന്ന് കാണുന്ന ഒരാളെ പ്രണയിക്കുകയും അയാളെ വിശ്വസിച്ച് എല്ലാം സമർപ്പിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്ന ഏതൊരു പെണ്ണും ഇത്തരം അവസ്ഥകളിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. എന്റെ വിധിയിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഈ ദുരന്തം ഞാൻ തന്നെ വരുത്തി വെച്ചതാ. പക്ഷെ എന്റെ മകള് അഡ്രസ് ഇല്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ച അവള് വഴിതെറ്റിപ്പോവും. ആർക്കും വേണ്ടത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന റാണിക്കും അത് തന്നെയാ സംഭവിച്ചത്. മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന രക്ഷകർത്താക്കൾക്കെല്ലാം റാണി ഒരു ജീവിക്കുന്ന പ്രതീകമാ. അവൾ ഇങ്ങനെ ആയതിൽ എനിക്കുള്ളതുപോലെ ഒരു പങ്ക് നിന്റെയും റാണിയുടെയും അച്ഛനായ നന്ദഗോപനും ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ എല്ലാവരിലും അവരുടേതായ തെറ്റുകളുണ്ട്. ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അച്ഛന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. പക്ഷേ നല്ലൊരു അവസരം കിട്ടിയില്ല. അങ്ങനെ പറയരുത്. നീ എന്റെ മകളായി കുറച്ചു ദിവസങ്ങളിൽ എന്റെ കൂടെ താമസിച്ചല്ലോ. ഞാൻ സ്വപ്നം കണ്ട, അല്ലെങ്കിൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും മറക്കാനാവാത്ത ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച മകളാ നീ. എനിക്കത് മതി. ഈ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചോളാം. അടുത്ത ജന്മത്തിൽ നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് മകളായി വരണം. അഞ്ജന, പോയിട്ട് വരാം. അമ്മേ, എന്നോട് വിരോധമൊന്നും ഇല്ലല്ലോ അമ്മേ? ഒരിക്കലും ഇല്ല മോളെ, പോയിട്ട് വാ. ശരി.
എടോ, താൻ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അഞ്ജനമ്മ എന്തോ ഒരു സങ്കടത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുമ്പോ മറ്റൊരു ഭാഗത്തുനിന്ന് പ്രശ്നം തുടങ്ങാണല്ലോ അജുവേട്ടാ. അഞ്ജനാന്റിയെ കമ്മീഷണർ കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അയാളിലെ പക അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എടോ, അയാളൊരു മനുഷ്യനല്ല പൂജ, നല്ല ഒന്നാം തരം ഒരു സൈക്കോയാ. അല്ലെങ്കിൽ ഇത്രയും നല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യൂ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണേണ്ട ഓഫീസറാ ഇപ്പൊ പക്ക ക്രിമിനലായി മാറിയിരിക്കുന്ന. എന്താണ് വേണ്ടതെന്നോ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല പൂജ. ഇനിയിപ്പോ അഞ്ജനാമ്മയുടെ കയ്യിലാ കാര്യങ്ങളിരിക്കുന്ന. അഞ്ജനാമ്മ കമ്മീഷണറോട് വിശദമായി സംസാരിച്ചാലേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. പൂജ, എന്നാലും അയാൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അജുവേട്ടാ. അഞ്ജനാമ്മയോട് എന്റെ അച്ഛൻ ഒരു വെറുപ്പും ഇല്ലെന്നും അച്ഛനൊരിക്കലും അഞ്ജനാമ്മയെ ചതിച്ചതല്ലെന്നും കമ്മീഷണറോട് അഞ്ജനാമ്മ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ. എടോ, എന്നാലും ഈ പ്രശ്നം തീരാൻ സാധ്യതയില്ല പൂജ. എടോ, സ്നേഹം, ദയ, കരുണ ഇതൊന്നും ഒരിക്കലും കമ്മീഷണറിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. അത് ശരിയാ. എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ദുഷ്ടനല്ലേ അയാള്. എടോ, സ്വാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കൊരു അറിവുമില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ജയിലിലെ ഇടപെടല്, എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എല്ലാം അയാൾ തന്നെയാണ്. അതിനർത്ഥം റാണി, പ്രിയ, കമ്മീഷണർ, ആണ്ടവൻ എല്ലാവരും ഒരേ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരാള് മറ്റൊരാൾക്ക് സഹായമായി പ്രവർത്തിച്ചു എന്നതാണ് സത്യം. കമ്മീഷണറേക്കാ വലിയ സൈക്കോയാ പ്രിയ. അവൾക്ക് ഇത്രയും ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ക്രിമിനൽസിന്റെ ഒരു കോമൺ നേച്ചർ. ഒരാൾ ഒരു ക്രിമിനൽ ആണെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തേടി അങ്ങോട്ട് ചെന്നോളും ബാക്കിയുള്ള ക്രിമിനൽസൊക്കെ. പ്രിയയ്ക്ക് റാണിയുമായും അടുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ റാണി മനസ്സിലാക്കുമായിരുന്നില്ല. ആർക്കും ഒരു സംശയം തോന്നാതെയല്ലേ അവൾ ഇവിടെ വന്ന് കയറിയത്. സംശയിക്കാനൊന്നുമില്ല പൂജ. ഇവരൊക്കെ പല കോണിലാണെങ്കിലും കണക്റ്റഡ് ആണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ അവളെ കൂടുതൽ സൂക്ഷിക്കണം അജുവേട്ടാ. ഒരിക്കൽ കൂടി സ്നേഹസദനം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല. അവിടുത്തെ ഓരോ കണ്ണുകളും അവൾക്ക് പിന്നാലെയാണെന്ന് കൃത്യമായിട്ട് അവൾക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചേ ഓരോന്നും ചെയ്യൂ. എന്താ അജുവേട്ടാ അജുവേട്ടന്റെ പ്ലാൻ? പ്ലാനൊന്നുമില്ല പൂജ. ഇനി വേണ്ടത് സ്വാതിയെ ഇറക്കിയത് പ്രിയ ആണെങ്കിൽ നമ്മൾ അവളെ പൊളിക്കണം. അത് കഴിഞ്ഞ് കമ്മീഷണറെ സൈലന്റ് ആക്കണം. പാവ അഞ്ജനാമ്മയുടെ അവസ്ഥയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ആ കമ്മീഷണർ ഒരു ചെകുത്താനാ അജുവേട്ടാ. അയാൾ എന്തും ചെയ്യും. നമ്മളെ കൊടുക്കാൻ അയാൾ ഏതറ്റം വരെയും പോവും. എന്തായാലും സ്വന്തം സഹോദരിയല്ലേ, അയാൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അച്ഛനെ അയാൾ അപായപ്പെടുത്തുവോ അതോ നമ്മുടെ മോളെ എന്തെങ്കിലും ചെയ്യുമെന്ന എന്റെ പേടി. എടോ, എല്ലാത്തിനും മുകളിൽ ദൈവമുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണല്ലോ അജുവേട്ടാ ഇതുവരെ നമ്മളെ രക്ഷിച്ചത്. അച്ഛൻ അഞ്ജനാമ്മയും റാണിയെ അംഗീകരിക്കുമെന്നുള്ള കാര്യം നമ്മൾ കമ്മീഷണറോട് പറയണമായിരുന്നു. ചിലപ്പോ അയാൾക്കൊരു മനമാറ്റം ഉണ്ടായാലോ. അത് അഞ്ജനാന്റിക്ക് അറിയാലോ. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമേ പറയാൻ കഴിയൂ. കാരണം നിയമപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അഞ്ജനാന്റി നിയമപരമായി വിവാഹിതയാണ്. അവരുടെ ഭർത്താവ് അരവിന്ദൻ അയാളുടെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ നമ്മൾ കോടതി കയറേണ്ടി വരും. അത് ശരിയാണല്ലോ. കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ എന്ത് ചെയ്യോ ചേട്ടാ? നമ്മൾ ശ്രമിക്കുക. അരവിന്ദൻ വരട്ടെ. അയാൾക്ക് ആവശ്യമുള്ളത് അഞ്ജനാന്റിയുടെ സ്വത്താ. അതിനൊരു നീക്കുപോക്കുണ്ടായ അഞ്ജനാന്റിയെ അയാൾ സ്വതന്ത്രയാക്കും. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവും. എന്തായാലും ഇനി സ്നേഹസദനത്തിൽ പോയാൽ പ്രിയ ഒന്ന് കാണണം. അവൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പൂട്ടണം.